നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. രാജ്യസന്നദ്ധത അറിയിച്ച് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ജെ.പി. നഡ്ഡ, ബി.എൽ. സന്തോഷ് എന്നിവരെയാണ് അറിയിച്ചത്. പാലക്കാട്ടെ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പരാജയ കാരണം ദേശീയ നേതൃത്വം നേരിട്ട് അന്വേഷിക്കണമെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് വ്യാപക വിമർശനം നേരിട്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കെ സുരേന്ദ്രന്റെ രാജ്യസന്നദ്ധത തള്ളി ബി.ജെ.പി. ദേശീയ നേതൃത്വം. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ നിർദ്ദേശിച്ചതായി സൂചന. കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. ശോഭ ജയസാധ്യത അട്ടിമറിച്ചതായി സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ശോഭയും ഒപ്പമുള്ളവരും ചേർന്ന് വോട്ട് മറിച്ചെന്നും പരാതി. ശോഭയുടെ ഡ്രൈവറുടെ നേതൃത്വത്തിൽ കണ്ണാടി മേഖലയിൽ വോട്ട് മറിച്ചെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. നെടുമങ്ങാട് പോലീസിന് നേരെ ഗുണ്ടാ ആക്രമണം. 4 പേർ കൂടി പോലീസ് പിടിയിൽ. ഇതുവരെ അറസ്റ്റിലായത് 12 പേർ. ഇവർക്കെതിരെ വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കും. കളമശ്ശേരിയിലെ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. കൊല്ലപ്പെട്ട ജെയ്സി എബ്രഹാമിന്റെ പരിചയക്കാരനായ ഗിരീഷ് ബാബുവാണ് പിടിയിലായത്. കൊച്ചി കാക്കനാട് സ്വദേശിയാണ് ഇയാളുടെ സുഹൃത്ത് ഖദീജയും പിടിയിലായിട്ടുണ്ട്. ജെയ്സിയുടെ സ്വർണവും പണവും മോഷ്ടിക്കാനായിരുന്നു കൊലപാതകമെന്ന് പോലീസ് അറിയിച്ചു. ഈ മാസം 17 രാത്രിയിലാണ് ജെയ്സി കൊല്ലപ്പെട്ടത്. കണ്ണൂർ വളപട്ടണത്ത് വൻ കവർച്ച. വളപട്ടണം മന്നയിൽ പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും മോഷ്ടിച്ചു. അരിമൊത്ത വ്യാപാരി കെ.പി. അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 300 പവൻ സ്വർണവും 1 കോടിയിലേറെ രൂപയുമാണ് മോഷണം പോയത്. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കവെ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്ത്. തന്റെ മകൾക്കും കോളേജിൽ മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നതായി പൂർവ്വ വിദ്യാർത്ഥിനിയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉത്തർപ്രദേശിലെ ശംഭലിൽ സംഘർഷ മേഖലയിൽ ഇന്റർനെറ്റ് റദ്ദാക്കി. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രതികൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തും. തെരഞ്ഞെടുപ്പ് ക്രമക്കേടിൽ നിന്ന് ചർച്ച തിരിക്കാനുള്ള ബി.ജെ.പി. സർക്കാരിന്റെ ഗൂഢാലോചനയാണിതെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആരോപിച്ചു. 3ാം ലോക മഹായുദ്ധം ഇതിനകം തുടങ്ങിയെന്ന് യുക്രൈനിന്റെ മുൻ സേനാ മേധാവി വലേരി സലുഷ്നി. വൻ ശക്തികളായ റഷ്യയും യു.എസും യുക്രൈൻ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകുന്നത് ഇത് തെളിയിക്കുന്നു. ഉത്തര കൊറിയ, ഇറാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ റഷ്യയുടെ പക്ഷത്താണെന്നും സലുഷ്നി പറയുന്നു. യുക്രൈനിലെ ഓൺലൈൻ പത്രമായ യുക്രൈൻസ്ക പ്രാവതയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സലുഷ്നി. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളം ഇന്നിറങ്ങും. ഗ്രൂപ്പ് ഇയിൽ മഹാരാഷ്ട്രക്കെതിരെ 11 മണിക്കാണ് കേരളത്തിന്റെ 2ാം മത്സരം. ആദ്യ മത്സരത്തിൽ സർവീസസിനെ തോൽപ്പിക്കാൻ സഞ്ജു സാംസണിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിനായിരുന്നു. ആദ്യ മത്സരം ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കേരളം. ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.